നടക്കൂല ഈ സമരഭൂമിയില് നടക്കൂല. വിപ്ലവത്തിന്റെ മണ്ണ ആയിക്കോട്ടെ, നിങ്ങൾ വിപ്ലവോ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വോട്ട് വയ്ക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അല്ല, ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പറയുന്ന വിപ്ലവ ഭൂമിയാണ്, വോട്ട് കിട്ടൂല എന്ന് ഓർപ്പിച്ചില്ലേ? പിന്നെ ഞങ്ങളിപ്പോ കയറുന്ന നിങ്ങൾക്ക് കേറാൻ പാടില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കയറുമ്പോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ പറയാത്ത എന്താറിയോ, ഞങ്ങൾ അങ്ങനത്തെ പഠിച്ചില്ല. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂല. ഈ വീട്ടിൽ കയറണ അവിടെ, ഈ മിച്ചഭൂമിയിലുള്ള വീട്ടിൽ കയറണ്ട. ഞാനാ പറഞ്ഞത് കയറണ്ടെന്ന് പറഞ്ഞാൽ കയറണ്ട. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ വീട്ടിൽ കയറില്ല. ഈ ഭൂമിയിൽ കയറാൻ സമ്മതിക്കൂല. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ നിങ്ങളൊരു ബോർഡ് വെക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനം ഇല്ലാന്നൊരു ബോർഡ് വെക്കും. അവിടെ വെക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇത് നമ്മുടെ കേരളത്തിലെ വൈത്തിരി പഞ്ചായത്തില്, വയനാട്ടിലെ വൈത്തിരി പഞ്ചായത്തിലെ അവസ്ഥയാണ് കേട്ടോ. CPM എതിർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ വഴി തടയുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങളിങ്ങനെ ബേജാറാവുന്നത്? മാന്യമായി പ്രവർത്തിച്ച് മാന്യമായി മത്സരത്തെ നേരിട്ട് ജയിക്കുന്നവർ ജയിക്കട്ടെ, തോൽക്കുന്നവർ തോൽക്കട്ടെ. അങ്ങനെ കണ്ടാ പോരെ. അതിനെന്തിനാണ് നിങ്ങളിങ്ങനെ പേടിച്ച് വിളറി പൂണ്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ കേന്ദ്രത്തില് BJP വോട്ട് ചോരി നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് നമ്മൾ എന്നാണ് ഇത് അറിയുന്നതെന്ന് അറിയോ? വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് നമ്മൾ ഇത് അറിയുന്നത്. ഇവര് വോട്ട് കട്ടിട്ടാണ് ഇവര് വിജയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. സൂചനകളൊക്കെ അന്ന് ഉണ്ടെങ്കിലും അത് കണ്ടെത്തിയത് ഈ അടുത്തല്ലേ കണ്ടെത്തിയത്. കാരണം അവര് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒളിവും മറയുണ്ടായിരുന്നു കേന്ദ്രത്തില്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ജനങ്ങളെപ്പോലും പേടിയില്ലാതെ ഇത്തരത്തില് ഓപ്പണായിട്ടാണ് ഗുണ്ടായുസവും ഇത്തരത്തില് തടഞ്ഞു വെക്കലും. ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമല്ലേ? അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലേ അവര് ഹനിക്കുന്നത്. അപ്പോ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഒരു ജനാധിപത്യ രീതിയല്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടറിയണം. ജനങ്ങളുടെ ആകെയുള്ള ജനങ്ങൾക്ക് ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ വോട്ടെടുക്കുന്ന സമയത്താണ്. ആ സമയം നിങ്ങൾ വിനിയോഗിക്കേണ്ടത് ഇത്തരക്കാർക്കെതിരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ.